ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മളിത് സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടോ. നമ്മളിപ്പോഴും ഉള്ളത് വെയിൽസിൽ മിഡ്ലാൻഡിലാണ് കേട്ടോ. മിഡ് വെയിൽസിലാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ വെയിൽസ് ഓൺ വിൽ സീസൺ 2 സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹാഫ് ആൻഡ് ഫോറസ്റ്റ് കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ. ഇന്ന് ഫുൾ ഡേ ആ ഒരു ഡെസ്റ്റിനേഷൻ മാത്രം. ഇന്ന് നമ്മള് ഹൈക്ക് ചെയ്ത് അതായത് ഫുള്ള് ഹൈക്കിംഗ് ഇല്ലല്ലേ, ഫുള്ള് വാക്കിംഗ് ആട്ടോ. നമ്മളെ ഈ വയറൊക്കെ ഒന്ന് കുറയ്ക്കണം. മിന്നിന്റെ വയറ് അതേപോലെ തന്നെ ഇത് കണ്ട എന്റെ വയറ് ഇപ്പൊ ഇച്ചിരി കുറഞ്ഞു. ഈ വയറൊക്കെ ഒന്ന് കുറയ്ക്കണം. അപ്പൊ ഒത്തിരി നടക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ആട്ടോ നമ്മള്. വേറൊരാള് നോക്കിയേ, ബേബി ഷാർക്ക് എന്ത് ബേബി ഷാർക്ക് നിനക്ക് വേണ്ടേ? വാ പോവാ. മൂക്കൊലിപ്പ് തുടങ്ങി കേട്ടോ പെണ്ണിന്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ രാത്രി? നല്ല രസമില്ലായിരുന്നു. വലിയ കാറ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ല കാമൻ ക്വയറ്റ് ആയിട്ടൊരു ക്യാമ്പ് സൈറ്റ്. വേറെ ആരും ഒരു ശല്യമില്ല, ഒന്നുമില്ല. ആ അടിപൊളി. ഇത് ഇവിടെ കുറെ ചെമ്മരിയാടുകൾ മെയ്യുന്നുണ്ട്. നമുക്ക് അതിനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അവിടെ കണ്ട എല്ലായിടത്തും അതെ കേട്ടോ, ചെമ്മരിയാടുകൾ മെയ്യുന്നുണ്ട്. വാ വാ. നമ്മളെ ഇന്നത്തെ യാത്ര തുടങ്ങി കേട്ടോ. നമ്മളെ ഇന്നത്തെ ഫസ്റ്റ് അട്രാക്ഷനാണ് ഇത്. 11 മണിയാകണ്ടായി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ലേറ്റ് ആയിപ്പോയി. പക്ഷേ ലേറ്റ് ആയാലും സംഭവം അടിപൊളി കേട്ടോ, അല്ലേ? അങ്ങനെ ഒരുപാട് നാളായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഒരു വിഷ് ലിസ്റ്റില്, വിഷ് ലിസ്റ്റ് അല്ല, ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ ആ ബോർഡിൽ ഞങ്ങൾ കയറി നിന്നു ഗൈസ്. ഞങ്ങളിത് ഹാഫ് ആൻഡ് ഫോറസ്റ്റിന് ആ ഒരു ബോർഡ് വാക്കിന്റെ തൊട്ട് മുമ്പിലെത്തി ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അതിന് മുന്നിലായിട്ട് ഇതുവരെ സൈഡിലൂടെ ഇങ്ങനെ അരുവി ഒഴുകുന്നുണ്ട്. അപ്പൊ ആമിക്ക് ഞങ്ങളും കുറച്ചു നേരം ഈ അരുവിയുടെ അടുത്തൊക്കെ നിന്ന് കുറച്ചു നേരം കല്ലൊക്കെ ഇരുന്ന് കളിക്കുമായിരുന്നു. ഇനിയിപ്പോ നമ്മുടെ ബോർഡ് വാക്ക് സ്റ്റാർട്ട് ചെയ്യണം നമുക്ക്. എനിക്കിങ്ങനെ ഇതിനെ നടക്കുമ്പോൾ ഒരു മാജിക്കൽ വേൾഡിലൂടെ നടക്കുന്നൊക്കെ ഒരു ഫീലിംഗ് കേട്ടോ. പ്രത്യേകിച്ച് ഒരു വെതറും ഈ ഒരു ക്ലൈമറ്റ് ഒക്കെ ആയതുകൊണ്ടായിരിക്കും നല്ലൊരു സുഖം, അല്ലേ? ഈ മെയിൻ അട്രാക്ഷൻ ഈ പൈൻ മരങ്ങൾ തന്നെ കേട്ടോ. പൈൻ മരത്തിനിടയിൽ ഇത് കണ്ടോ, ഈ ഒരു പായൽ പിടിച്ച പോലെ കിടക്കുന്നത്. എന്ത് രസമാണെന്ന് അറിയാം അതിങ്ങനെ കാണാൻ. ഇങ്ങനെ ഫുള്ളുണ്ട് ഈ ഒരു ഫോറസ്റ്റ് നിറച്ചു അതിങ്ങനെ പിടിച്ച് കിടക്കുക, അല്ലേ? അതിനിടയ്ക്ക് ഇത് കണ്ടോ ഓരോ മരങ്ങൾ ഇങ്ങനെ വീട് കിടക്കുന്നു. അതായത് ഇത് എല്ലാവർക്കും പറ്റിയ അട്രാക്ഷൻ ആയിരിക്കും, പക്ഷെ ഇത് നേച്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്നവർക്ക് അടിപൊളിയായിരിക്കും. അബി, അങ്ങ് ദൂരെ മറ്റേ വെള്ളച്ചാട്ടം, ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഉണ്ട്. അവിടെ പോയി കുറച്ചു നേരം ഇരിക്കാം നമുക്ക്. ആമി കം, ഫോട്ടോ എടുക്കാം. പണ്ടൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ക്ലാസ്മേറ്റ്സിന്റെ ബുക്ക് മേടിക്കില്ലായിരുന്നു? അതിന്റെ പുറംചട്ടയിലുള്ള സ്ഥലം പോലെ ഇല്ലേ കാണാൻ? സത്യം. അങ്ങോട്ടേക്ക് നോക്കിയാ വെള്ളം ഇങ്ങനെ വെള്ളം ഒഴുകുന്ന നോക്കി എന്ത് രസമാ നോക്കി. അടിപൊളി. ഇതൊക്കെ കാണാതെ നമ്മൾ അങ്ങ് ചെന്നിട്ട് എന്തിനാ, അല്ലേ? അല്ലേടി ആമി? അങ്ങനെ ഇത് ഞങ്ങളെ ബോർഡ് വാക്കിന്റെ ഏറ്റവും എൻഡിൽ എത്തി കേട്ടോ. ആക്ച്വലി നമുക്ക് കാർ പാർക്കിൽ നിന്ന് ഒരു 15-20 മിനിറ്റ്സ് വാക്കേ ഉള്ളൂ. പക്ഷെ ഈ ഒരു വരുന്ന റൂട്ട് ഫുള്ള് അടിപൊളിയാണ് കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റൂല, അതുപോലെ ബ്യൂട്ടിഫുൾ ആണ്. ഒരു ദിവസം എൻ്റെ ഓർമ്മകളൊക്കെ നഷ്ടമായി, അല്ല എനിക്ക് ഓർമ്മശക്തിയൊക്കെ പോയി എന്ന് വെച്ചാൽ. അപ്പം നമ്മൾ തമ്മിലുള്ള എന്ത് ഓർമ്മയായിരിക്കും എന്നോട് ആദ്യം ഷെയർ ചെയ്യുക? നമ്മൾ തമ്മിലുള്ള ഓർമ്മയാണ് അറിയില്ലടാ. അറിയില്ലല്ലേ? ഇവർക്ക് അറിയില്ല കൈ. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് ചോദിച്ചോ കേട്ടോ. ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. ഒരുപാട് ഓർമ്മകളുണ്ട്. അതിൽ എനിക്കിപ്പോ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഹിന്റ് പറയാം. എന്ത്? ജാതിക്കാത്തോട്ടോ. പിന്നെ
ജാതിക്കത്തോട്ടം എന്ന് പറയുമ്പോ തന്നെ ഓർമ്മ വരുമല്ലോ. അതന്നെ പണ്ട് ഞങ്ങള് പ്രണയിച്ചോണ്ടിരുന്നപ്പോ ഞങ്ങള് കാണാറുള്ള ജാതിക്കാത്തോട്ടത്തിനിടയിൽ കറക്റ്റ് അതുപോലെ ഒരു പാട്ട് ഇറങ്ങിയ ഇവിടെ ജാതിക്കാത്തോട്ടം അല്ലേ, ജാതി നിന്റെ നോട്ടം. കറക്റ്റ് ആ പാട്ട് ഇറങ്ങിയപ്പോ എനിക്ക് നമ്മളെ ഓർമ്മ വന്നത്. നിനക്കോ? വെയിൽസ് ഓരോ നിമിഷവും ഞാൻ വിചാരിച്ചു കഴിഞ്ഞ തവണ ഞങ്ങളിവിടെ വെച്ച് മറന്നുപോയ ഞങ്ങളുടെ മനസ്സ് വെച്ച് മറന്നുപോയതല്ല, ഇവിടെ വെച്ച് കളഞ്ഞുപോയി. ആ മനസ്സിനെ ഞങ്ങൾ വീണ്ടെടുക്കാം എന്ന് പറഞ്ഞ് വന്നയാ, പക്ഷെ ഇവിടെ തന്നെ കളഞ്ഞിട്ട് വീണ്ടും പോണ്ടി വരും. അടിപൊളി. നമുക്ക് വെതർ ഒന്നും നമ്മളെ ബാധിക്കുന്നേ ഇല്ല. വെതർ ഒന്നും ഒരു ബാധിക്കുന്നേ ഇല്ല. അത് മനസ്സിങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കും ഓരോ നിമിഷവും. ഞങ്ങളുടെ ഫസ്റ്റ് വെയിൽസ് ഓൺ വീൽസ് ട്രിപ്പിന്റെ സമയത്ത് മഴയായിരുന്നു കേട്ടോ, ഫുൾ ഡേ മഴയായിരുന്നു. ഫസ്റ്റ് ഡേ മാത്രം മഴയില്ല, പക്ഷെ എന്നിട്ട് പോലും ഞങ്ങളത് കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്തു. കാരണം നമുക്കിങ്ങനെ എനർജി കിട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ പറയട്ടെ, നമുക്ക് ആ ഒരു എനർജി കിട്ടുന്നില്ലേ അല്ലേ? നമ്മളെ മനസ്സുകാര് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഡ്യൂട്ടിയുടെ ഇടയിലൊക്കെ നമ്മളൊന്ന് വന്ന് ഇങ്ങനെയൊക്കെ സഞ്ചരിക്കണം. ഞങ്ങൾ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് നേച്ചറാണ് ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഈ ടൗൺ ഏരിയയിൽ പോകുന്ന ടൗണിനേക്കാൾ ഇഷ്ടം ഞങ്ങൾക്ക് ഈ നേച്ചറാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ക്യാമ്പിങ്ങും ഇഷ്ടം. ഇൻടു ദി നേച്ചർ അല്ലേ, നേച്ചറിലോട്ട് ഇറങ്ങി നിൽക്കാൻ പറ്റും. എനിക്ക് ശരിക്കും അഭി മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ബുക്കിന്റെ ഒക്കെ കവർ പേജ് അതെങ്ങനെയുണ്ടോ അതേപോലെ ഉണ്ട്. അങ്ങോട്ട് നടക്ക്. അപ്പൊ അന്ന് പണ്ടെന്നോ ഞങ്ങൾ മറന്നു വെച്ച ഞങ്ങളെ മനസ്സിനെ വീണ്ടെടുക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷെ നടക്കും തോന്നുന്നില്ല. വീണ്ടും ഇവിടെ തന്നെ വെച്ചിട്ട് പോകേണ്ട അവസ്ഥയാണ് ഇപ്പോ. നമ്മളിങ്ങനെ കുറെ നാളായിട്ട് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിലോട്ട് വന്ന് ചെന്ന് കഴിയുമ്പോ ഒരു സന്തോഷം, അതൊരു വല്ലാത്ത ഫീലിംഗാ. വാക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിപ്പോ നമ്മൾ തിരിച്ചു പോകണം കേട്ടോ. നമ്മളിപ്പോ വീണ്ടും ആ ഒരു ബോർഡ് വാക്കിന്റെ അവിടെ എത്തി. കുറെ നടക്കാനുണ്ട് കേട്ടോ, 1.25 മണിക്കൂറോളം നടക്കാനുണ്ട്. പിന്നെ ആമി കുറച്ച് കഴിഞ്ഞിട്ടെങ്കിൽ തോളിലോട്ട് കയറി, ആമിക്ക് ഉറക്കം വരുന്നു പറഞ്ഞ് അപ്പൊ നമ്മളിപ്പോ തിരിച്ചു പോകും. അപ്പൊ ഞങ്ങൾ നടന്നു വരുന്ന വഴിക്ക് 1-2 ചെറിയ ചെറിയ മഷ്റൂംസ് ഉണ്ട്. അത് റെഡ് കളറിലൊക്കെയുള്ള നമ്മൾ ഈ ഫെയറി ടെയിലും അതുപോലെ തന്നെ ഈ ഗാർഡൻ സെന്ററിലൊക്കെ കാണുമല്ലോ ഇങ്ങനെ നമുക്ക് വെക്കാനുള്ള. ഇവിടെ കുറെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം പോയി നിൽക്കുക കേട്ടോ. ഇത് കണ്ടോ, ഇത് നോക്കിയേ, നല്ല രസമില്ലേ കാണാൻ. ഇത് ഈ കാട്ടിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പക്ഷെ വന്ന സ്ഥലത്ത് അങ്ങോട്ടേക്ക് കടക്കാനുള്ള വഴികളൊക്കെ ഇല്ല. ഇത് കണ്ടോ, ഇതിനകത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ നടത്തമൊക്കെ കഴിഞ്ഞ് തിരിച്ചതേ വണ്ടിയുടെ അടുത്തേക്ക് എത്തിയിട്ടോ. ഇനിയിപ്പോ നേരെ തിരിച്ച് നമ്മൾ ഇന്നൊരു പോഡ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അപ്പൊ അങ്ങോട്ടേക്ക് പോവാട്ടോ. അതെ, ഇന്ന് ക്യാമ്പിംഗ് അല്ല, ഇന്നൊരു പോഡ് സ്റ്റേ ആണ്. ഇന്ന് പോഡ് സ്റ്റേ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോ അങ്ങോട്ടേക്ക് പോകാണ്ട് നിൽക്കുക. അത്ര സമയത്തായി 4:15. നമുക്ക് 5 മണിയാകുമ്പോഴത്തേക്കെങ്കിലും എത്തൂലേ, 3/4 മണിക്കൂർ. അത്രയും കണ്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് നേരെ പോയി ഒരു പോഡ് സ്റ്റേ എൻജോയ് ചെയ്യാം. എന്നെ പറ്റിയേ മെയിനായിട്ട് നമ്മൾ ഇന്ന് എടുക്കാന്ന് വിചാരിച്ചത് ആമിക്കുട്ടിക്ക് ചെറിയൊരു ജലദോഷം. അപ്പൊ വിചാരിച്ചു ഒത്തിരി തണുപ്പ്, കാരണം ക്യാമ്പിങ്ങിന്റെ സൈറ്റിൽ പോയാൽ ഇവിടെ ഓടി കളിക്കും അല്ലേ. ഇന്നലെ മരണ ഓട്ടമായിരുന്നു കേട്ടോ. ഇന്നലെ ഓട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓട്ടമായിരുന്നു. അത് തൊപ്പി ഇടൂല, ഒന്നും ഇടൂല. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇന്ന് എന്തായാലും പോഡ് എടുത്തേക്കാം. നമ്മൾ ഇതുവരെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, അപ്പൊ പോഡ് സ്റ്റേ നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരാൻ നോക്കുന്നുണ്ടെങ്കിൽ വന്നോ കേട്ടോ, അടിപൊളിയാണ്. അതെ, മസ്റ്റ് വിസിറ്റ് ആണ്. കാരണം ആ ഒരു നടക്കാനുള്ള ഒരു തയ്യാറെടുപ്പോടുകൂടി വരണം അല്ലേ. കൊച്ചുങ്ങളൊക്കെ ഉള്ളവർ മറ്റേ സ്ട്രോളറൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാം. ഇവിടെ ബോർഡ് വാക്കിൽ നല്ല ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അപ്പം പിള്ളേരെ എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അതിൽ ഇരുത്തി നടത്താം. ഞങ്ങളത് എടുക്കണമായിരുന്നു ആക്ച്വലി. പക്ഷെ വേറെ കാര്യം, നമ്മൾ വണ്ടി സ്ഥലമില്ല. ഓൾമോസ്റ്റ് ക്യാമ്പിങ്ങിന്റെ സകല സാധനം കയറ്റി വെച്ചിട്ടുണ്ട്. ക്യാമ്പിംഗ് അല്ലാതെ വരുന്നവർക്ക് നല്ലതാ, ഹോട്ടൽ റൂമിലൊക്കെ സ്റ്റേ ചെയ്യാൻ വരുന്നവർക്ക്. അങ്ങനെ വരുന്നവർക്ക് അടിപൊളിയാ. പിന്നെ വേറെ കാര്യം എന്ന് പറയുന്നത്, അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ആർക്കെങ്കിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലേ. അങ്ങനെ ഞങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഇത് ഇപ്പൊ നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി അടുത്ത നമുക്ക് നമ്മുടെ പോഡിൽ ഇനി നേരെ പോഡ് ചെന്നിട്ടാണ് ഇനി അവിടെ നമുക്ക് എൻഡ് ചെയ്യാം. എന്താ പറ്റിയ
നമ്മളിവിടെ ഒരു ആപ്പിൾ മരം കണ്ടു. അത് കണ്ടിട്ട് നമുക്കൊന്ന് നിങ്ങളെ കൂടെ കാണിക്കാനൊരു സമാധാനം ഇല്ല. അതൊന്ന് കാണിച്ചു തരാം. വാ. ആപ്പിള് മരം എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ. ദേ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആപ്പിള് മരം. ഇത് നോക്കിയേ, റൂബിക്കയൊക്കെ പിടിച്ച് കിടക്കൂലേ, അതുപോലെ ആപ്പിള് പിടിച്ച് കിടക്കുക. ആരും പറിക്കുന്നുമില്ല, ഒന്നും ചെയ്യുന്നുമില്ല എന്ന് തോന്നുന്നു. നല്ല റെഡ് കളറിൽ ഇതെങ്ങനെ കിടക്കുക. അതെ അതെ. പക്ഷെ വേണ്ട, ഇത് നമ്മുടെ അല്ലല്ലോ. ഞാൻ ഇച്ചിരി അടുത്തുകൊണ്ട് കാണിക്കാം. ഇത് കണ്ടോ, നല്ല അടിപൊളി ആപ്പിളെ ഉണ്ടോ. കളറ് നോക്കിച്ചേ. അതെ അതെ. അയ്യോ. അങ്ങനെ ഇതേ 2 പേരും കൂടി ഹോട്ട് ടബിൽ കേറിയിട്ടുണ്ട്. ഇത് ചൂടാട്ടോ, ആമിക്ക് ഇച്ചിരി പേടിയാവാ ചൂടിനകത്ത് ഇറങ്ങാൻ. നല്ല രസമുണ്ട്. ആമി ഏത് ബായിലും തെറിപ്പിക്കല്ലേ. ഈ ലൈറ്റൊക്കെ ആയിട്ടേ കാണാൻ നല്ല വൈബാട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ പോഡ്. നാളെ രാവിലെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ. കളിച്ച രണ്ടുപേരും കളിച്ച. കുറച്ച് കഴിയുമ്പോ നമുക്ക് ജെറ്റ് ഓണാക്കാം. ചൂടണം. ഓക്കെ അല്ലേ നീ?